ഡിവൈൻ ട്രെയിൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ അത്യപൂർവം ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 8-9 നൂറ്റാണ്ടുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. കൂടാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങൾക്കുള്ളതുപോലെ ഈ ക്ഷേത്രത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ടിവിടെ മുഴുവൻ വനപ്രദേശമായിരുന്നു, ഒരു കുഗ്രാമം. അന്ന് പുല്ലരിയാനായി വന്നൊരു സ്ത്രീ നല്ല മഴയും കാറ്റും വന്നപ്പോൾ ഇന്ന് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ കയറി നിന്നത്രേ. തൻ്റെ അരിവാള് മൂർച്ച കൂട്ടാനായി പാറയുടെ പ്രതലത്തിലൊരച്ചപ്പോൾ രക്തം കിനിഞ്ഞെന്നാണ് പറയുന്നത്. അവർ ഭയപ്പെട്ട് പുറത്തേക്കോടുകയും നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി ഗുഹാമുഖം വൃത്തിയാക്കിയപ്പോഴാണ് അവിടെ അത്യപൂർവമായ ഒരു ദേവതാ സങ്കല്പമുണ്ടെന്ന് കണ്ടെത്തിയത്. ഈശ്വര സാന്നിധ്യം തിരിച്ചറിയുകയും പിന്നീട് അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെ ആദ്യകാലത്ത് പൂജാരികൾ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തന്നെ പൂജിക്കുകയും അർച്ചന നടത്തുകയും ചെയ്തു. ജാതി മതഭേദമന്യേ ആളുകൾ സ്വയം പൂജ നടത്തിയൊരു ക്ഷേത്രം കൂടിയായിരുന്നു ഇത്. അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നേ തന്നെ മതസൗഹാർദ്ദമുള്ളൊരു നാടായിരുന്നു ഇത്. കാർഷിക വൃത്തിയുമായി ഒരുപാട് ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്. ചേന, ചേമ്പ്, കിഴങ്ങ് തുടങ്ങി നാട്ടിൻ്റെ തനതായ വിളകൾ ആദ്യം ഭഗവാന് സമർപ്പിക്കുകയാണ് ഇവിടുത്തെ വേറെ ഒരു ചടങ്ങ്. ഇരുനിലങ്കോട് ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇവിടുത്തെ ശ്രീകോവിൽ കൊണ്ട് തന്നെയാണ്. കാരണം താന്ത്രികത്തിലെ അല്ലെങ്കിൽ താന്ത്രശാസ്ത്രത്തിലെ ധ്യാനത്തിനനുസൃതമായി ഒരു വിഗ്രഹം താനേ ഉത്ഭവിക്കുക, അതങ്ങനെ വളരുക, അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ശക്തിയുടെ സംഗമഭൂമി കൂടിയാണ് ഇവിടുത്തെ ശ്രീകോവിൽ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദക്ഷിണാമൂർത്തിയാണ്. സനകാദി മഹർഷികളോട് കൂടിയാണ് ദക്ഷിണാമൂർത്തി ഇവിടെ ഇരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയുടെ തൊട്ട് താഴെയായിട്ട് ആദിപരാശക്തി, അതായത് ദേവീ സ്വരൂപം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് ചതുർബാഹുള്ള വിഷ്ണു പ്രതിഷ്ഠയും ഇടതുഭാഗത്ത് ശിവലിംഗവും കാണാൻ പറ്റും. ഇവിടെ ഉപദേവതകളായിട്ടുള്ളത്, നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്ത് നമുക്ക് ബാലസുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ കാണാം. പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ശരിക്കും പഴനിയിലെ പോലെയാണ്. അതുപോലെ കിഴക്ക് വശത്തായിട്ട് ഗണപതിയും അയ്യപ്പസ്വാമിയും ഉണ്ട്. ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. 6 അടി ഉയരമാണ് പ്രതിഷ്ഠയ്ക്കുള്ളത്. ഒരു കാലിൻ്റെ മേലെ മറ്റേക്കാൽ ഉയർത്തി വെച്ച് തല അല്പം ഉയർത്തി ശരീരം പിറകോട്ട് ചാഞ്ഞ് അഗ്നികോണിലേക്ക് ദൃഷ്ടിയൊന്ന് ഒരു പീഠത്തിലാണ് ഇരിക്കുന്നത്. മനോഹരമായ വെള്ളിക്കിരീടം ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷമാല, ഡമരു, ദണ്ട്, പരശ് എന്നിവ ധരിച്ചാണ് വിഗ്രഹമുള്ളത്. ഈ വിഗ്രഹത്തിന് പിറകിലായിട്ട് നമുക്ക് നാഗപണങ്ങളെയും അതുപോലെ തന്നെ അവ്യക്തമായ കുറേ രൂപങ്ങളെയും കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് സ്കന്ദഷഷ്ടിയാണ്. തുലാം മാസത്തിലെ വെളുത്ത ഷഷ്ടിയുടെ അന്നാണ് ആഘോഷം നടക്കുന്നത്. 10 ദേശങ്ങളിൽ നിന്നായി കാവടി ഉണ്ടാവും. പിന്നെ കൂടാതെ തൈപ്പൂയം, നവരാത്രി, ശിവരാത്രി എന്നിവയാണ് ഇവിടുത്തെ ആഘോഷം. ശിവരാത്രിയുടെ അന്ന് ഗിരിപ്രദക്ഷിണവും ഉണ്ട്. ഇതാണ് കണ്ടൻകാളിക്കാവ്, കീഴ്ക്കാവെന്നും പറയും. പണ്ട് പ്രാചീന കാലത്ത് ഇവിടെ നിന്നും പശുക്കളെ വനാന്തരങ്ങളിലേക്ക് മേയാൻ വിടുമായിരുന്നത്രേ. ചിലപ്പോൾ അവ തിരിച്ചെത്തില്ല. ആ സമയത്ത് കണ്ടനും കാളിക്കും നാളികേരമുടച്ചാൽ അവ തിരിച്ചെത്തുമെന്നായിരുന്നു വിശ്വാസം. ഇവിടുത്തെ മറ്റൊരു ചടങ്ങാണ് പൂമൂടൽ. കുട്ടികളുടെ ബാലാരിഷ്ടതകൾക്കും അതുപോലെ തന്നെ മറ്റു ഉപദ്രവങ്ങൾക്കുമാണ് പൂമൂടൽ നടത്തുന്നത്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കൂട്ടത്തിനടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ദേവനെ ദർശനം നടത്തി കീഴ്ക്കാവിൽ തൊഴുത് മുനിയറയിൽ ശിവലിംഗത്തെയും ദർശിച്ചാൽ മാത്രമേ ക്ഷേത്ര ദർശനം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും മുകളിലേക്ക്, അതായത് മുനിയറയിലേക്ക് ഏകദേശം 400 മീറ്റർ ദൂരമുണ്ട്. നല്ല കുത്തനെയുള്ള പാറക്കെട്ടുകളാണ്. അതുകൊണ്ട് തന്നെ കയറാൻ നല്ല കഷ്ടപ്പാടുണ്ട്. പക്ഷേ കയറി കഴിഞ്ഞാലേ ഈ പാറയുടെ സൗന്ദര്യം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ.
നമ്മളിങ്ങനെ മുനിയറയിലേക്ക് ഇങ്ങനെ പാറക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നടന്നെത്തുമ്പോൾ വഴിമധ്യയായിട്ടാണ് നമുക്ക് ഈ നാഗപ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നത്. ഈ പ്രതിഷ്ഠയുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഇങ്ങനെ കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുനിയറ. ദക്ഷിണ കൈലാസം എന്നൊരു പേര് കൂടിയുണ്ട് ഈ മുനിയറയ്ക്ക്. സമാനാകൃതിയിലുള്ള നിരവധി ഗുഹകൾ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്രേ. പിന്നീട് പ്രകൃതിക്ഷോഭം മൂലം അവയൊക്കെ നശിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം 16 കിലോമീറ്ററോളമുണ്ട് ഈ കാണുന്ന ഫോറസ്റ്റ്. പണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മഹർഷിമാരുടെയും സന്യാസിമാരുടെയും തപോഭൂമിയായിരുന്നു ഇവിടെ. അവർ വന്യമൃഗങ്ങൾ, ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്നും സ്വയം രക്ഷക്കായിട്ടാണത്രേ ഇത്തരത്തിലുള്ള ഗുഹകൾ നിർമ്മിച്ചിരുന്നത്. നമുക്ക് ഈ മുനിയറക്കുള്ളിൽ ശിവലിംഗം കാണാം. എല്ലാ ദിവസവും ഇവിടെ പൂജയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5 മണിക്ക് വിശേഷാൽ പൂജയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പണ്ടിവിടം സന്യാസിമാരുടെയും മഹർഷിമാരുടെയും ഒക്കെ തപോഭൂമിയായിരുന്നു എന്ന്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എന്നിവരും ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഇരുനിലംകോടി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ എങ്ങനെയാണ്? ഇവിടെ 11 കമ്മിറ്റിയാണ്. 11 കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഭരിക്കുക എന്ന് പറയുന്നത് സേവനമാണ്. ഈ ഇരുനിലംകോടി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നിത്യനിദാന കാര്യങ്ങൾ, ഇവിടുത്തെ നിവേദ്യാദി കാര്യങ്ങൾ അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സേവന രംഗത്താണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെയാണ് അല്ലേ ഇവിടുത്തെ അന്തേവാസി മന്ദിരം ഉള്ളത്? അതെ. എത്ര പേരുണ്ട് ഏകദേശം? ആദ്യം ഒരു 40 പേരോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 15 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് അങ്ങനെ അവരിവിടെ തന്നെ അവരുടെ അന്ത്യം ഇവിടെയായി. അപ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വേണ്ട കർമ്മങ്ങളും അടക്കം ചെയ്ത് നമ്മൾ അങ്ങനെ സംരക്ഷിക്കാറുണ്ട്. അവർക്ക് ആരും ഇല്ല എന്ന് തോന്നിക്കരുത്. ആ രീതിയിലാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനം. അതെനിക്ക് തോന്നുന്നു മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമാണ്. അപ്പോൾ വയ്യാതെയായ ആശുപത്രിയിലാക്കുക, അവിടെ നോക്കാൻ ഒരാളെ നിർത്തുക, വേണ്ട സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതല്ല, എന്നെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്ന് ആ അന്തേവാസികൾക്ക് തോന്നണം. ആ രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തനം. അതുപോലെ തന്നെ പപ്പടം ചവിട്ടല്, കാലിന് വേദന വന്നാൽ, കാലിൽ ആണി വന്നാൽ പപ്പടം കാച്ചി ചവിട്ടുക, അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങോട്ട് ആ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ആളുടെ കാലിലത്തെ ആണി ഭേദം, മരുന്നൊന്നും കഴിക്കണ്ട, ഭേദവും. അങ്ങനെ ഒരു വിശ്വാസമല്ല, അതിനപ്പുറത്തേക്കൊരു കാര്യം കൂടി അത് ഭേദമാണ്. അപ്പൊ നമ്മള് പലരോടും ചോദിച്ചു പോയിക്കോളൂ, ആ അസുഖം മാറുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന്നദാനം അല്ലേ? എത്രയോ കാലങ്ങളായി അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് ചെലവും കാര്യങ്ങളൊക്കെ? ചെലവും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ വരുന്നതില് ഒരു ദിവസം 250-300 ആൾ ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കും. അത് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായ ഭക്ഷണമാണ്. അതായത് എന്തെങ്കിലും ഒരു കൂട്ടാനില്ല, 3-4 തരം കറിയും സാമ്പാറും പപ്പടം പായസം അടക്കമുള്ള സദ്യയാണ്. അപ്പം സമൃദ്ധിയായിട്ട് അവർക്ക് കൊടുക്കണം. എൻ്റെ ഒരു കുട്ടിയെ പോലും ഭക്ഷണം കൊടുക്കാതെ മടക്കി അയക്കരുത്. രാഘവേട്ടൻ്റെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് തന്നെ ഈ ക്ഷേത്രം ഉണ്ട്. ഇപ്പൊ ഭക്തർക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? കുറെ കൂടി ഭക്തജനങ്ങൾ വരുന്നുണ്ട് അല്ലേ? പണ്ട് കാലത്തേക്കാളും വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അനുഭവമുള്ള കാര്യം പറയണം. നമ്മൾ സയൻസിൽ പറയും പാറ വളരില്ല എന്ന്, ഇല്ലേ? നമ്മൾ അങ്ങനെ പഠിച്ചത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പാറ വളരും. എങ്ങനെ? നിങ്ങൾ കിഴക്കേ വശത്ത ഒരു ഗുഹ ഉണ്ടോ? ആ ഗുഹയില് എനിക്കൊക്കെ ചെറിയ ഓർമ്മ, 10 വയസ്സൊക്കെ ആവുമ്പോൾ അതൊരു കുഴിയായിരുന്നു. അതിൽ ഈ കുന്നിക്കുരു കൊണ്ടുവരും. അതിപ്പോൾ വളർന്ന് ഉയർന്ന് ശിവലിംഗമായി മാറിയിരിക്കുന്നു. അത് അവിടേക്ക് ഭഗവാന് കൊടുക്കുന്ന നിവേദ്യാദി കാര്യങ്ങൾ, പൂജകൾ അവിടെ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ആ ദക്ഷിണ
കിഴക്ക് തെക്ക് വശത്തേക്കാണ് ഭഗവാന്റെ നോട്ടം. അവിടെയാണ് ഈ ശിവലിംഗം പൊങ്ങി വരുന്നത്. അവിടെ കിടാവിളക്ക് വെച്ചിരിക്കുകയാണ്. കിടാവിളക്ക് വേണം. നിത്യം ധാരി നടക്കുന്നുണ്ട്. അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. കേരളത്തിന്റെ ഇന്നലകളുടെ ചരിത്രത്തോട് ചേർന്നു നിൽക്കുന്നവയാണ് ഇവിടുത്തെ പൗരാണികമായ ക്ഷേത്രങ്ങൾ. കാലത്തിന്റെ മുന്നോട്ടു പോക്കിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഭൂതകാലത്തെ പരിചയപ്പെടുവാനും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകളിലേക്ക് ചെന്നിറങ്ങാനും ക്ഷേത്രങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്ര ഒരു സാംസ്കാരിക അനുഭവമായി മാറുന്നു. ഡിവൈൻ ട്രെയിൽസിൽ ഇനി അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി കാണാം.